അപർണയുടെ വീട്ടിലെ കുടില് പോയിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്ത് കവിയെ? നീ ഓളെ വീട് കണ്ടിനോ? ഒരു 1.5 വീടാ അത്. അസൂയ. അസൂയൊന്നല്ലപ്പാ, ഓള് ദുബായി പോയി കഷ്ടപ്പെട്ടെടുത്ത പൈസക്ക് ഉണ്ടാക്കിയ വീടല്ലേ. നമുക്കൊന്നും യോഗമില്ല അത്രേ. ദുബായി പോയിട്ട് ഓള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നല്ല, ആ ദുബായിക്കാരൻ വെറുതെ കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. ഇതാലോചിച്ചിട്ടെങ്കിൽ ബേജാറാകുന്നത്. ആന്നല്ലേ? ഇതൊക്കെ ഒരു ഭാഗ്യാണ്. ഇനി ഭാഗ്യം വേണം. പക്ഷെ എന്നാലും നീ ഓളെ വീട്ടിന്റെ മുറ്റത്ത് കാറ് കണ്ടിനു? ഒരു 10 ലക്ഷം വരും ആ കാറിന്. ഒരു 1.5 കാറായിരുന്നു അത്. 10 ലക്ഷം. നിനക്കെന്താ കാറ്റുണ്ടോ? ആ ദുബായിക്കാരൻ വെറുതെ കൊടുത്ത പൈസക്കാണ് ആ കാറും വാങ്ങിയത്. ആരെങ്കിലും നമുക്ക് പൈസ വെറുതെ തന്നാ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇതൊക്കെ നമുക്കൊന്നും ഭാഗ്യല്ല. അതുകൊണ്ടാണ് ഉണക്കൊരു മനസ്സും കിട്ടിയില്ലേ. കുറച്ചൊക്കെ. ഇതൊക്കെ ഒരു ഭാഗ്യാ മോളെ, ഭാഗ്യം വേണം. നമുക്കതില്ലാത്തോണ്ടാണ് ഇതൊന്നും ഇല്ലാണ്ടായിപ്പോയെ. അല്ലാണ്ട് നമ്മള് കഷ്ടപ്പെടായിട്ടല്ല. അപ്പം ഭാഗ്യല്ലേ? ഒരു ഭാഗ്യാണ്, ഒരു യോഗം വേണം. അങ്ങനെയാണെങ്കിൽ ഓളെ വീട്ടിലെല്ലാവർക്കും ഭാഗ്യ. നീ അറിഞ്ഞിനാ ഓളെ അനിയത്തി ചിഞ്ചുവിന് ഓള് PSC ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാ സ്റ്റോറി, ചെണ്ട മദ്ദളവും ഭയങ്കര ബഹളായിരുന്നു. നമ്മളെ PSC എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല, ഭയങ്കര ഈസിയാ കിട്ടാൻ. ഞാൻ എത്ര പ്രാവശ്യം എഴുതിയതാ. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് വെറും ഭാഗ്യാണെന്ന്. നീ എഴുതിനാ? ഏയ്, ഞാൻ എഴുതിയില്ല. അതുകൊണ്ടാണ് എനിക്ക് തിരിയാത്തത്. ഞാൻ ഇത് കുറേ എഴുതിയതാ. ഇത് എഴുതിയാലേ ഇത് മനസ്സിലാവും. ഇത് ഭയങ്കര ഈസിയാണ്, ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഓക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ ബേജാറാവൊന്നും വേണ്ട. ഇത് മറ്റേ വഴിക്ക് കയറിയതാ. ഏത് വഴി? പിൻവാതിൽ നിയമനല്ലേ, അതിലെ കൂടിയാണ് ഇത് കയറിയത്. ഓളെ അച്ഛൻ പാർട്ടിന്റെ വലിയ നേതാവാണ്. അങ്ങനെയാ നിന്റെ അകത്ത് കയറിയത്. ഓർക്കിത് ഭയങ്കര ഈസിയാണല്ലോ. അത് പറ. അങ്ങനെയാണ് കയറുക, അല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാഞ്ഞിട്ടൊന്നുമല്ല. അത് ശരിയാ. പിന്നെ വെച്ചാല് ഈ പരീക്ഷ എഴുതിയാലേ എനക്കത് തിരിയൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് തരും. അതിനകത്ത് തന്നെ അതിന്റെ ആൻസർ ഉണ്ടാവും. വേറെ എവിടെയും പോണ്ട. അതല്ലേ പഠിക്കണ്ടെന്ന് പറയുന്നത്. ഈ ഭാഗ്യം മതി. എന്നിട്ട് ഈ ആൻസർ പേപ്പറിൽ ഈ പൂജ്യം വെട്ടി കളിക്കുന്ന പോലെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അതങ്ങോട്ട് കൈ പിടിച്ചിട്ട് അത്ര പിത്ര തവളാച്ചിയും പറഞ്ഞിട്ട് അങ്ങ് കുത്തുക. കുത്തുമ്പോ ഏറ്റവും ഭാഗ്യമുള്ളവനാരാ? ഫസ്റ്റ് റാങ്ക്. അങ്ങനെ ജിഞ്ചുവിനൊക്കെ കിട്ടിയത്. അപ്പൊ ഇവർക്കൊന്നും 5 പൈസന്റെ ബുദ്ധി ഇല്ല അല്ലേ? ഒന്നിനും വിവരമില്ലാന്ന്. നമുക്കൊന്നും അതിന്റെ ഭാഗ്യമില്ലാത്തത് കൊണ്ടാ. അല്ലാണ്ട് ഭാഗ്യമില്ലാത്ത നമ്മളെ പോലുള്ളവരെന്താക്കും? മൂളിപ്പാട്ടി പാടി നടക്കണ്ടേ. അല്ലാണ്ട് വലിയ പഠിച്ചിട്ടൊന്നല്ല. ഞാനൊക്കെ എത്ര പഠിച്ചതാ നല്ലോണം സ്കൂളൊക്കെ പഠിക്കുമ്പോഴേ. ആര്? നീയാ? അതിന് നീ 10ാം ക്ലാസ് പാസ്സാ? നീ പരീക്ഷ എഴുതിയിട്ടല്ലേ 10ാം ക്ലാസ്?